ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരാൻ പോകുന്ന RRB ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് കോൺസെപ്റ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ കോൺസെപ്റ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും റെസിസ്റ്റൻസ് മാത്രം പഠിച്ചു പോയാൽ മതി അല്ലേ, നമുക്കറിയുന്ന കാര്യം എന്താണ് റെസിസ്റ്റൻസ് മാത്രമാണ്. പക്ഷേ റെസിസ്റ്റൻസ് മാത്രം നോക്കിപ്പോയാൽ പോരാ, അതിലുള്ള എന്തൊക്കെ ഫാക്ടേഴ്സാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്താണ് റെസിസ്റ്റിവിറ്റി, അതുപോലെ കണ്ടക്ടിവിറ്റി എന്താണ്, കണ്ടക്റ്റൻസ് എന്താണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്, അതുപോലെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് പാരലൽ, അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന ടോപ്പിക്കിൽ കവർ ചെയ്തിട്ട് വേണം പോവേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ RRB എന്തൊക്കെയാണ് ജെയിൽ ചോദിച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? അപ്പോൾ യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റ് എന്താണ്? അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാം? R ഈക്വൽ ടു എങ്ങനെയായിരിക്കും, ρL/A എന്ന ഒരു ഇതിലല്ലേ നമ്മൾ റെസിസ്റ്റൻസ് എഴുതുക. അപ്പോൾ നമ്മൾ റെസിസ്റ്റിവിറ്റീനെ എങ്ങനെ എഴുതാം? റെസിസ്റ്റിവിറ്റി ρ ഈക്വൽ ടു എന്താണ്, R ഇൻറ്റു A/L. ഇതല്ലേ ഫോർമുല. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക കേട്ടോ, കാരണം ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറേ ക്വസ്റ്റ്യൻസ് ഇത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ, ρ ഈക്വൽ ടു R ഇൻറ്റു A/L. R പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്, ഓം ആണ് അല്ലേ, ഓം അല്ലേ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. പിന്നെന്താ വരുന്നത്, ഏരിയ അല്ലേ. ഏരിയനെ നമ്മൾ എന്ത് പറയും, മീറ്റർ സ്ക്വയർ അല്ലേ, ലെങ്ത്തിന് മീറ്റർ എന്ന് പറയും. ആക്ച്വലി ഇതാണ് നമ്മുടെ യൂണിറ്റിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിന് എന്താ, മീറ്ററും മീറ്റർ സ്ക്വയറും കൂടി ക്യാൻസൽ ആവുക. അപ്പോൾ എന്താ കിട്ടുന്നത്, ρ ഈക്വൽ ടു ഓം മീറ്റർ എന്ന് നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ യൂണിറ്റ് കിട്ടും. ഇങ്ങനെയാണ് എന്താണ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്താണ്, ഓം മീറ്റർ ആണ്. ഓപ്ഷൻ A ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Calculate the resistance of the filament of the 50 watt 100 volt bulb. എന്താ ചോദിച്ചിട്ടുള്ളത്, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തിൻ്റെ, ഫിലമെന്റ് ഓഫ് ദി 50 watt 100 volt ബൾബ്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്, പവർ ആണ് തന്നിട്ടുള്ളത് അല്ലേ. പവർ അല്ലേ തന്നിട്ടുള്ളത്. പവർ എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 50 വാട്ടാണ് പവർ തന്നിട്ടുള്ളത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്, വോൾട്ടേജ് എത്രയാണ്, 100 വോൾട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ, ക്വസ്റ്റ്യനിൽ റെസിസ്റ്റൻസ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ അല്ലേ, വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പവറിൻ്റെ ഇക്വേഷൻ അറിയാം. പവർ ഈക്വൽ ടു എന്താണ്, VI ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഓംസ് ലോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പവറിന് വേറെ എന്ത് ഇക്വേഷൻ വരും, V² ബൈ R എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് I² R. ഒക്കെ എന്തിൻ്റെ ഇക്വേഷൻസ് തന്നെയാണ്, നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ പവർ ഈക്വൽ ടു എന്താണ്, VI. അതിലേക്ക് നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, പവർ ഈക്വൽ ടു എന്താണ്, V² ബൈ R വരും. അതുപോലെ തന്നെ എന്താണ്, I² R എന്നും കിട്ടും അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ തന്നെ, റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു V² ബൈ P എന്ന് എടുത്തൂടെ. റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്, V² ബൈ P എടുത്തൂടെ. നമുക്കിവിടെ വോൾട്ടേജ് ഉണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ, അതുപോലെ തന്നെ എന്താണ്, പവറും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, V² പറയുമ്പോൾ 100 അല്ലേ, 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക, 200 ഓം എന്ന് കിട്ടും. എത്രയാണ് കിട്ടുന്നത്, 200 ഓം എന്ന് കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്, റെസിസ്റ്റൻസ് ഈക്വൽ ടു 200 ഓം. എങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പവറിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫർ ഡാഷ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. വളരെ സിമ്പിൾ. എന്താണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫേഴ്സ് എന്താണ് ഓഫർ ചെയ്യുന്നത്, ഒപ്പോസിഷൻ ആണ് അല്ലേ. എന്താ ചെയ്യുന്നത്, ഒപ്പോസ് ചെയ്യല്ലേ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കറണ്ടിന്റെ ഫ്ലോയിനെ എന്ത് ചെയ്യാണ്, ഒപ്പോസ് ചെയ്യാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫേഴ്സ് ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ദി കറണ്ട് ആണ്. അതായത് എന്താണ്, റെസിസ്റ്റ് എന്നൊക്കെ പറയും നമ്മൾ ഒപ്പോസിഷൻ അല്ലേ. അതായത് പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് എന്താണ്, ടു റെസിസ്റ്റ് അല്ലെങ്കിൽ എന്താണ്, ഒപ്പോസിഷൻ ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് ആൻ എന്താണ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി ആണ്. എന്താണ്, ഒപ്പോസിഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നോക്കി പോവാൻ നന്നായി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഇഫ് എ റെസിസ്റ്റൻസ് ഹാസ് ദ ഫോളോയിങ് കളർ കോഡ്
ഫൈൻഡ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ തന്നിട്ടുണ്ട്, നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? കളർ കോഡിംഗ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? എന്താ കളർ കോഡിംഗ്? ഗ്രേ, റെഡ്, ഗ്രീൻ, സിൽവർ എന്ന കളർ കോഡിംഗ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കളർ കോഡിംഗ് യൂസ് ചെയ്തിട്ട് അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കളർ കോഡിംഗ് തരുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് 4 ബാൻഡ് കോഡ് ഉണ്ടാവാം ചിലപ്പോൾ അല്ലെ. റെസിസ്റ്റൻസിന്റെ കാണുമ്പോൾ എങ്ങനെയാണ് 4 ബാൻഡ് കോഡ് വരാം, അല്ലെങ്കിൽ 5 ബാൻഡ് കോഡ് വരാം. അങ്ങനെയുള്ള കോഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് റെസിസ്റ്റൻസ് നോക്കുമ്പോൾ അല്ലെ. റെസിസ്റ്റൻസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ റെസിസ്റ്റൻസിനകത്ത് എന്തുണ്ടാവും? ചിലപ്പോൾ 4 ബാൻഡ് ഉണ്ടാവും, 5 ബാൻഡ് ഉണ്ടാവും, ഡിപ്പെൻഡ് ആണ് അല്ലേ. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇപ്പൊ ഇതിൽ തന്നിട്ടുള്ളത്? എന്താണ് കളർ കോഡിംഗ്? ഗ്രേ അല്ലേ, ഗ്രേ ആണ്. പിന്നെന്താണ്? റെഡ് ആണ് തന്നിട്ടുള്ളത്. പിന്നെന്താ തന്നിട്ടുള്ളത്? ഗ്രീൻ ആണ്. പിന്നെ സിൽവർ ആണ് നമുക്ക് കളർ കോഡിംഗ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ത് ബാൻഡ് ആണെന്ന് ആദ്യം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. എന്താണ്, എന്ത് ടൈപ്പ് ബാൻഡ് ആണ് ഇത്? 4 ബാൻഡ് അല്ലേ. 4 ബാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയല്ലേ റെസിസ്റ്റർ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു ബാൻഡ്, പിന്നെ എന്താണ് അതിനകത്ത് മൾട്ടിപ്ലയർ ഉണ്ടാവും, ടോളറൻസ് ഉണ്ടാവും. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണിത്? ഡിജിറ്റ്, ഫസ്റ്റ് ഡിജിറ്റ് അല്ലേ, ഡിജിറ്റ് ആണെന്ന് അറിയാം. ഇതും എന്താണ്? ഡിജിറ്റ് ആണ്. ഇതെന്താണ്? നമ്മുടെ മൾട്ടിപ്ലയർ ആണ് അല്ലേ, മൾട്ടിപ്ലയർ ആണ്. ഇതെന്താണ്? ടോളറൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മുടെ എന്താണ് ഒരു 4 ബാൻഡ് റെസിസ്റ്ററിന്റെ ഇത് അല്ലേ. അപ്പോൾ ഈ ഒരു 4 ബാൻഡ് റെസിസ്റ്ററിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ എന്താണ്? അതൊരു 4 ബാൻഡ് റെസിസ്റ്റർ ആണ്. കാരണം എന്താണ്? ഗ്രേ, റെഡ്, ഗ്രീൻ, സിൽവർ 4 എണ്ണയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതെന്താണ്? ഒരു 4 ബാൻഡ് റെസിസ്റ്റർ ആണ്. അപ്പോൾ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പേഴ്സ് ഇൻറ്റു എങ്ങനെയാണ്? നമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പേഴ്സ് ഇൻറ്റു എന്താണ്? മൾട്ടിപ്ലയർ പ്ലസ് ഓർ മൈനസ് എന്താണ്? ടോളറൻസ് എപ്പോഴും എന്താണ്? പെർസെൻറ്റേജിലാണ് അല്ലേ. അപ്പോൾ ഇതാണ് ആ ഒരു റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് എന്താണ്? നമ്പേഴ്സ് പറയുമ്പോൾ ഫസ്റ്റ് 2 ഡിജിറ്റുകളിനെയാണ് നമ്മൾ എന്തായി കൺസിഡർ ചെയ്യുന്നത്? നമ്പേഴ്സായി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഗ്രേയും റെഡും ആണ്. ഗ്രേയും റെഡിനും നമ്മുടെ കളർ കോഡിംഗ് അനുസരിച്ച് എന്താ വരുന്നത്? ഗ്രേക്ക് 8 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത നമ്പർ എന്താണ്? റെഡ് ആണ്. റെഡ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അതിൽ മൾട്ടിപ്ലയർ അടുത്ത എന്താ? ഗ്രീൻ ആണ്. ഗ്രീനിന്റെ മൾട്ടിപ്ലയർ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁵5 ആണ്. 10⁵5 ആണ് മൾട്ടിപ്ലയർ വാല്യൂ. ടോളറൻസ് പറയുമ്പോൾ ഏതാണ്? സിൽവറിന്റെ ടോളറൻസ് ആണ് അല്ലെ. സിൽവറിന്റെ ടോളറൻസ് എത്രയാണ്? 10% ആണ്. അപ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 82 × 10⁵5 പ്ലസ് ഓർ മൈനസ് 10% ആണ് നമ്മുടെ ഈ തന്നിട്ടുള്ള കളർ കോഡിംഗ് അല്ലേ. ഈ തന്നിട്ടുള്ള എന്താണ്? നമുക്ക് തന്നിട്ടുള്ള എന്താണ്? കളർ കോഡിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ. അപ്പോൾ അത് നന്നായി നോക്കി പോവുക. കാരണം കളർ കോഡിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റിപ്പീറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? നമ്മൾ കളർ കോഡിംഗ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിൽ കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? 82 × എന്താണ്? 10⁵5 പ്ലസ് ഓർ മൈനസ് 10% ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5, റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ഈസ്. അപ്പോൾ റെസിസ്റ്റിവിറ്റീസ് പഠിക്കണമെന്ന് നമുക്കറിയാം അല്ലേ. റെസിസ്റ്റിവിറ്റി എന്താണ്? അപ്പോൾ റെസിസ്റ്റിവിറ്റിയിൽ വരുന്ന എന്താണ് ചോദിച്ചിട്ടുള്ളത്? കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി എങ്ങനെ ആയിരിക്കും? അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് എന്താണ്? ലെസ് ദാൻ അലുമിനിയം, മോർ ദാൻ അലുമിനിയം, ഈക്വൽ ടു അലുമിനിയം, എക്സാക്ട്ലി ട്വൈസ് ദ അലുമിനിയം. ആക്ച്വലി എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്? കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി വാല്യൂ അല്ല ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താ ചോദിച്ചിട്ടുള്ളത്? അലുമിനിയമായി കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി വാല്യൂ എന്താണെന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? അതിന് മുമ്പ് നമ്മൾ എന്താ മനസ്സിലാക്കണം? റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ എത്രയാണ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമല്ലേ നമുക്കിത് ലെസ് ദാൻ അലുമിനിയത്തിന്റെ ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ആണോ, എക്സാക്ട്ലി ട്വൈസ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ എന്ന് പറയുമ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പറിന്റെ സിമ്പിൾ എന്നാ CU അല്ലേ. കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി 1.7 ഓക്കെ 72 × 10⁻⁻8 ആണ്. ചില ബുക്കുകളിൽ ചില മെറ്റീരിയലിലൊക്കെ 1.68 എന്നും കണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, നിയർലി എത്രയാണ്? 1.72 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് എന്താണ് കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത്. എന്നാൽ അലുമിനിയത്തിന്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? അലുമിനിയം എന്ന് പറയുന്നതിന്റെ റെസിസ്റ്റിവിറ്റി വാല്യൂ എന്തായിരിക്കും അറിയണ്ടേ? അത് നിയർലി 2. എത്രയാണ്? 83 × 10⁻⁻
8 ഓം മീറ്റർ. അതിൻ്റെ യൂണിറ്റ് കൂടി അറിഞ്ഞിരിക്കുക, ഓം മീറ്റർ. യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റ്? ഓം മീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റെസിസ്റ്റിവിറ്റി ഓഫ് എ കോപ്പർ കിട്ടി. റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പറിന്റെ വാല്യൂ എത്രയാണ്? 1.72 × 10⁻⁻8 ആണ്. എന്നാൽ റെസിസ്റ്റിവിറ്റി ഓഫ് എന്താണ്? അലുമിനിയം എന്ന് പറയുമ്പോൾ അലുമിനിയത്തിന്റെ വാല്യൂ എത്രയാണ്? 2.83 × 10⁻⁻8 ഓം മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇത് എന്താണ്? കുറവല്ലേ? കാണുമ്പോൾ എന്താണ്? കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ഈസ് ലെസ് ദാൻ അലുമിനിയം എന്ന് പറയാം. എന്ത് പറയാം? ലെസ് ദാൻ അലുമിനിയം. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി കാണും അല്ലേ. അപ്പോൾ എന്ത് പഠിക്കണം നമ്മൾ? ഓരോന്നിൻ്റെയും ഇപ്പം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡിൻ്റെ ചിലപ്പോൾ റെസിസ്റ്റിവിറ്റി ചോദിക്കാം, അയേണിൻ്റെ റെസിസ്റ്റിവിറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടി വരും, അതുപോലെ കോപ്പർ, ഡയമണ്ട്, അങ്ങനെയുള്ള എല്ലാ മെറ്റൽസിൻ്റെയും ഏകദേശം എല്ലാത്തിൻ്റെയും എന്താണ് ഒരു ഐഡിയ, ഒരു റേഞ്ച് നമ്മൾ അറിഞ്ഞു വെക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ബേസിക് ആണ് കാര്യങ്ങളെല്ലാം. പക്ഷെ എന്താണ് ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന്ന് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്താണ്? റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കണ്ടോ? അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് എ കോപ്പർ ഈസ് എന്തായിരിക്കും? ലെസ് ദാൻ അലുമിനിയം ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 6. What is the approximate value of resistance of filament of a 150 watt at 350 volt bulb? എന്താ ചോദിച്ചിട്ടുള്ളത്? റെസിസ്റ്റൻസ് വാല്യൂ വീണ്ടും കണ്ടുപിടിക്കാൻ തന്നെയാണ് അല്ലേ. എന്താണ്? ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് എന്താണ്? പവർ തന്നെയാണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 150 വാട്ട് പവർ തന്നിട്ടുണ്ട്. വോൾട്ടേജും തന്നിട്ടുണ്ട്. എത്രയാണ്? 350 വോൾട്ട് എന്ന വോൾട്ടേജും നമുക്ക് തന്നിട്ടുണ്ട്. അതിലെന്താണ് കണ്ടുപിടിക്കേണ്ടത്? റെസിസ്റ്റൻസ്. എഗെയിൻ റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് വാല്യൂ? എന്താണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? VI. അല്ലെങ്കിൽ എന്താണ്? നമ്മൾ ഓംസ് ലോ കൊടുക്കുമ്പോൾ എന്താണ്? V²/R. അല്ലെങ്കിൽ എന്താണ്? പവർ ഈക്വൽ ടു I²R. ഇതൊക്കെ എന്താണ്? നമ്മുടെ പവറിന്റെ ഇക്വേഷൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിച്ചൂടെ? റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്? V²/P ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുന്നത്? ഇവിടെ എന്താ? പവർ 150 × 150 / 350 ചെയ്തൂടെ? അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? എന്താ ആൻസർ കിട്ടുന്നത്? 350 ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ള? വോൾട്ടേജ് വാല്യൂ ആണ് അല്ലേ. വോൾട്ടേജ് വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ വോൾട്ടേജ് ആണ് ഇവിടെ എന്താണ്? 350 ആണ് വോൾട്ടേജ്. അപ്പോൾ 350 × 350 / 150 ആണ് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇവിടെ എന്ത് കിട്ടും? 7 അല്ലേ. 7 × എത്രയാണ്? 350 / 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? നിയർലി 816.6 ഓം എന്ന് കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? 816 ഓം എന്ന് കിട്ടും കേട്ടോ. റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? 816 ഓം എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാണ്? 150 വോൾട്ട് ആണ്. വോൾട്ടേജ് തന്നിട്ടുള്ളത് എത്രയാണ്? 350 വാട്ട് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പവറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തു. അതിന് റെസിസ്റ്റൻസ് വാല്യൂ R ഈക്വൽ ടു എന്താണ്? V²/P ചെയ്തു. അപ്പോൾ Vക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു? 350 × 350 / 150 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? നിയർലി 816 ഓം എന്ന് കിട്ടും. ഇങ്ങനെയാണ് എന്താണ് റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. Question number 7. If one of the parallel resistor in any parallel circuit is removed from the circuit, then the total resistance. എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മൾ റെസിസ്റ്റൻസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. സീരീസ് കോമ്പിനേഷൻ, അതുപോലെ തന്നെ എന്താണ് പാരലൽ കോമ്പിനേഷൻ. 2 കോമ്പിനേഷൻസ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ എന്താ പറയുന്നത്? ഒരു if one of the parallel resistance ഏതെങ്കിലും ഒരു പാരലൽ സർക്യൂട്ടിൽ അല്ലേ, പാരലൽ റെസിസ്റ്റൻസ് ഏതെങ്കിലും ഒരു പാരലൽ റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ആ സർക്യൂട്ടിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസിന് എന്താണ് സംഭവിക്കുക? ഓപ്ഷൻ എ ഡബിൾ, ഓപ്ഷൻ ബി ഇൻക്രീസ്, ഓപ്ഷൻ സി റിമെയിൻസ് ദ സെയിം, ഓപ്ഷൻ ഡി ഡിക്രീസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ്? വെൻ ദ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ കിട്ടുന്നത്? അതിൻ്റെ റെസിസ്റ്റൻസിൽ എന്താണ് സംഭവിക്കുക? റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് വിൽ ബി മോർ ദാൻ ദ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ കണക്ട് ചെയ്യുന്നതിനെയും കാട്ടി കൂടുതൽ എന്താണ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് മോർ ആയിരിക്കും അല്ലേ, കൂടുതലായിരിക്കും. അപ്പോൾ പാരലൽ റെസിസ്റ്റൻസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ സർക്യൂട്ടിൽ നിന്ന് പാരലൽ റെസിസ്റ്റൻസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സർക്യൂട്ട് റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കുക?
സർക്യൂട്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സർക്യൂട്ട് റെസിസ്റ്റൻസ് എന്താ സംഭവിക്കുക? സർക്യൂട്ട് റെസിസ്റ്റൻസിന് ഇറ്റ് വിൽ ബി ഇൻക്രീസ്. അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ എന്താണ് അവന്റെ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ആണെങ്കിൽ എന്താണ് ഇറ്റ് വിൽ ബി മോർ ദാൻ ദ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആയിരിക്കും. അപ്പൊ എന്താണ് പാരലൽ റെസിസ്റ്റൻസ് ആ സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? അത് ഇൻക്രീസ് ചെയ്യും. അതെന്താ സംഭവിക്കുക? ഇൻക്രീസ് ചെയ്യും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അപ്പൊ സീരീസ് റെസിസ്റ്റൻസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പാരലൽ റെസിസ്റ്റൻസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞു വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് അതെല്ലാം. Question number 8. If 10 resistance of 10 ohm each are connected in parallel, the total resistance will be. Total resistance എന്താണ് ചോദിച്ചിട്ടുള്ളത്? 10 resistance, അതായത് നമ്മുടെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? 10 റെസിസ്റ്റൻസ് ഉണ്ട്. അതിന് വാല്യൂ എത്രയാണ്? റെസിസ്റ്റൻസിന്റെ വാല്യൂ 10 ഓം ആണ്. എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 10 റെസിസ്റ്റൻസ് ഉണ്ട്. എത്രയാണ്? 10 ഓം ആണ്. അത് കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? പാരലൽ ആയിട്ടാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? അതായത് ആർ ടോട്ടൽ എങ്ങനെയായിരിക്കുന്നതാണ്? ഓക്കെ, ആ ടോട്ടൽ എന്താണ് സംഭവിക്കുന്നത്? ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? അപ്പൊ പാരലൽ ആകുമ്പോൾ നമുക്കറിയാം എന്താണ് 1/R ഇക്വലന്റ്. ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? 1/R1 പ്ലസ് 1/R2 പ്ലസ് അങ്ങനെ അപ് ടു 1/R10 വരെയാണെന്നുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിൽ എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആർ ടോട്ടൽ എന്ന് പറയുമ്പോൾ 10/10 ഈക്വൽ ടു എത്രയാ വരിക? 1 ഓം എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. കാരണം എല്ലാം ഈക്വൽ റെസിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പൊ 10 റെസിസ്റ്റൻസ് ഉണ്ട്, അത് 10 ഓം ആണ് അല്ലേ? അപ്പൊ എല്ലാം ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്ന ആൻസർ? 1 ഓം ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. എത്രയാണ്? 1 ഓം. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. Question number 10. Which one of the following statement is true about the resistance of a conductor? സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആണ് അല്ലേ? ഇപ്പൊ താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ എന്താണ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ റിലേറ്റഡ് ആയിട്ട് ട്രൂ ആയിട്ട് വരുന്നത് എന്നാണ്. Option A, the resistance of a conductor is inversely proportional to the length of the conductor. Option B, the resistance of a conductor is directly proportional to the area of the conductor. Option C, the resistance of a conductor is inversely proportional to the pressure applied on the conductor. Option D, the resistance of a conductor is inversely proportional to the area of the conductor. അപ്പോൾ ഇത് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R ഈക്വൽ ടു എന്താണ്? റോ എൽ ബൈ എ അല്ലെ? ആർ ഈക്വൽ ടു എന്താണ്? റോ എൽ ബൈ എ. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ അല്ലെ, ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ്? ആർ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ആണെന്ന് നമുക്ക് ഈ ഒരു ഇതിന്ന് അറിയാം. അപ്പൊ ഇതിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. ആണോ? അല്ല. റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എന്താണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി എന്താണ്? കണ്ടക്ടർ ആണ്. മനസ്സിലായില്ലേ? അടുത്ത എന്താണ്? അപ്പൊ ഇത് റോങ് ആണ്. അടുത്ത നോക്കുക, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ഏരിയ ഓഫ് ദ കണ്ടക്ടർ. ആണോ? അല്ല. റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് അല്ലെ? 1/A ആണ്. അപ്പൊ എന്താണത്? ഇൻവേഴ്സ്ലി ആണ്. ഇവിടെ എന്താണ്? ഇൻവേഴ്സ്ലി ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ഡയറക്ട്ലി അല്ല, ഇൻവേഴ്സ്ലി ആണ് അല്ലെ? അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ പ്രഷർ അപ്ലൈഡ് ഓൺ ദ കണ്ടക്ടർ. അതും എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ ഏരിയ ഓഫ് ദി കണ്ടക്ടർ ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ആ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, റെസിസ്റ്റൻസ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ലെങ്ത് ആണ് അല്ലേ? ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. Question number 10. In parallel combination of resistance, the voltage is. അപ്പോൾ വീണ്ടും എന്താണ്? കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് റെസിസ്റ്റൻസിനെ പാരലൽ കോമ്പിനേഷനിൽ കൊടുക്കുമ്പോൾ അതിന്റെ വോൾട്ടേജിന് എന്താണ് സംഭവിക്കുന്നത് അല്ലെ? വോൾട്ടേജിന് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓപ്ഷൻ എ, ലോവർ അക്രോസ് largest resistance. Option B, higher across largest resistance. Option C, same across each resistance. Option D, higher across smaller resistance. എന്താണ് സംഭവിക്കുക? സെയിം അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് ആയിരിക്കും. സെയിം ആയിരിക്കും. അതായത് എന്താണ്? പാരലൽ കോമ്പിനേഷൻ ആവുമ്പോൾ എന്താണ്?
പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജിന് എന്താ സംഭവിക്കുക, ഒരേതായിരിക്കും അല്ലേ. സെയിം അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് ആണ് വരിക, കറന്റ് ആണ് വേരി ആവുന്നത് അല്ലേ പാരലൽ കോമ്പിനേഷനിൽ അല്ലേ. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഒരു പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് വോൾട്ടേജ് എന്തായിരിക്കും, സെയിം അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്, ഓരോ റെസിസ്റ്റൻസിലും അതെന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ. Question number 11. The resistance of a wire is 6 ohm. If the length of the same wire is increased 3 times and cross-sectional area is increased 2 times, then the resistance of wire became. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. കാരണം റെസിസ്റ്റൻസിൻ്റെ കണ്ടക്ടറിൻ്റെ വയർ സ്ട്രെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പോലെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഏതൊരു എക്സാം നിങ്ങൾ എഴുതുമ്പോഴും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെന്താണ്, റെസിസ്റ്റൻസ് ഓഫ് എ വയർ, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്, 6 ohm തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി സെയിം വയർ, ആ ലെങ്ത്തിനെ നമ്മൾ എന്താണ്, ആ തന്ന വയറിനെ തന്നെ നമ്മൾ എന്താണ് 3 times ലെങ്ത് അതിൻ്റെ 3 times കൂട്ടുകയാണെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയാസ് ഇൻക്രീസ്ഡ്, അതുപോലെ തന്നെ എന്താണ് ഏരിയ എത്ര ടൈംസ് കൂട്ടി, 2 times ആവുന്നു. ലെങ്ത് എന്താണ് 3 times ആവുന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ബിക്കെയിം, ആ വയറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്, 2 ലെങ്ത് ഉണ്ട് അല്ലേ, L1 ഉണ്ട് വയറിനുണ്ട്, അതുപോലെ L2 2 ലെങ്ത് ഉണ്ട് എന്നാകുക. അതുപോലെ തന്നെ എന്താണ് പുതിയ ലെങ്ത് അല്ലേ. അപ്പോൾ L2 എന്ന് പറയുന്നത് എന്താണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അനുസരിച്ച് 3L1 ആണ്, ഇൻക്രീസ്ഡ് 3 times എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ലെങ്ത് ഇൻക്രീസ് ചെയ്തു, 3L ആണ് കേട്ടോ. അതുപോലെ ഏരിയ എന്ന് പറയുന്നത് അടുത്ത പുതിയ ഏരിയ A2 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആ ഏരിയയിലെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, അത് 2 times ഇൻക്രീസ്ഡ് ആണ്. അപ്പോൾ 2A1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസിന് എങ്ങനെ കണ്ടുപിടിക്കുക, R1/R2, 2 റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടല്ലോ, R1/R2 ഈക്വൽ ടു ഫോർമുലയാണ് L1/L2 ഇൻറ്റു എന്താണ് A2/A1 ആണ്. ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. R1/R2 റെസിസ്റ്റൻസ് വാല്യൂ എന്താണ് തന്നിട്ടുള്ളത്, 6 ഇൻറ്റു എത്രയാണ്, L1/L2 പറയുമ്പോൾ 3 അല്ലേ, 3 ഇൻറ്റു എന്താണ് 1/2 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 18/2 കിട്ടും. നിയർലി എത്രയാണ്, 9 ohm കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ 9 ohm ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു വയറിൻ്റെ ലെങ്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് കൂടുമ്പോൾ എങ്ങനെയാണ്, കുറയുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ ഏരിയ കൂടുമ്പോൾ എങ്ങനെയാണ്, കുറയുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്റ്റീവ് എലമെന്റ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ആക്റ്റീവ് എലമെന്റ് അല്ലാത്തത്? സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ. ഏതാണ്? ഓപ്ഷൻ എ കറന്റ്, ഓപ്ഷൻ ബി റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ്, ഓപ്ഷൻ ഡി വോൾട്ടേജ് സോഴ്സ്. അതിനു മുമ്പ് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് ഒരു ആക്റ്റീവ് എലമെന്റ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ പാസീവ് എലമെൻറ്റും ഉണ്ട് അല്ലേ, ആക്റ്റീവ് എലമെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പാസീവ് എലമെൻറ്റും ഉണ്ട്. 2 ടൈപ്പ് ഓഫ് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ എലമെൻറ്റ് ദാറ്റ് ഡെലിവേഴ്സ് പവർ ഫ്രം ദ സോഴ്സ് ഓഫ് ദി ലോഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്റ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സോളാർ സെല്ല്, ജനറേറ്റർ, ബാറ്ററി, ഇതൊക്കെ എന്താണ് ആക്റ്റീവ് എലമെൻറ്റിന് എക്സാമ്പിളായിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദ എലമെൻറ്റ് ദാറ്റ് ഡെലിവേഴ്സ് പവർ ഫ്രം ദ സോഴ്സ് ടു ലോഡ്, സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് പവർ ഡെലിവർ ചെയ്യുന്ന ആ ആളിനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്റ്റീവ് എലമെൻ്റ് എന്ന് പറയുക. ഓർത്ത് വയ്ക്കുക നമ്മൾ എന്താണ്, നമ്മുടെ സോളാർ സെൽ, അതുപോലെ ജനറേറ്റർ, ബാറ്ററിയൊക്കെ ഓർത്ത് വയ്ക്കുക ആക്റ്റീവ് എലമെൻറ്റിൻ്റെ കേസിൽ എക്സാമ്പിളായിട്ട് കേട്ടോ. അതുപോലെ പാസീവ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എലമെൻറ്റ് ദാറ്റ് അബ്സോർബ് പവർ, അബ്സോർബ് ചെയ്യുക, പവറിന് അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഡിസിപ്പേറ്റ് പവർ ഫ്രം ദ സോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാസീവ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ആരാണ്? നമ്മുടെ റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ എന്തിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്, നമ്മുടെ പാസീവ് എലമെൻ്റ് ആണ്. ഓർത്ത് വെച്ചോ, കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ആക്റ്റീവ് എലമെൻറ്റ് എന്നാണ്, പാസീവ് എലമെൻറ്റ് എന്നാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഏതാണ് എലമെൻറ്റ് ദാറ്റ് അബ്സോർബ് പവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഏതാണ്? നമ്മുടെ റെസിസ്റ്റർ ആണ്. അതാണ് നമ്മുടെ പാസീവ് എലമെന്റ് അല്ലേ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആക്റ്റീവ് എലമെന്റ് അല്ലാത്തതാണ്. അതായത് കറന്റ്, വോൾട്ടേജ് ഡിപ്പെൻഡന്റ് സോഴ്സ്, വോൾട്ടേജ് സോഴ്സ് ഒക്കെ എന്താണ്? അതെല്ലാം ഒരു ആക്റ്റീവ് എലമെന്റ് ആണ്. അപ്പോൾ അല്ലാത്തത് ഏതാണ്? നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാസീവ് എലമെന്റ് ആണ്. ഓക്കെ. Question number 30. 2 bulbs of 500 watt and 200 watt rated at 250 volt
will have resistance ratio S എന്നാണ് തന്നിട്ടുള്ളത്. വീണ്ടും എന്താണ് പ്രോബ്ലമാറ്റിക് റിലേറ്റഡ് അല്ലേ, പവർ തന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്? 2 പവർ. നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ എന്താണ് ഒരു പവറും എന്താണ് ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഒക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്നിട്ടാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതായത് ഒരു പവർ ഉണ്ടാവും, അതുപോലെ വോൾട്ടേജും തന്നിട്ടുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിയേ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ഒരേപോലെ തന്നെയാണ്. പക്ഷെ എന്താണ് 2 ബൾബ്, 2 ആൾക്കാരുണ്ട്. പവർ P1 ഈക്വൽ ടു എത്രയാണ്? 500 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. P2 ഈക്വൽ ടു എത്രയാണ്? 200 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. 2 പവേഴ്സ് ഉണ്ട് അല്ലേ. വോൾട്ടേജ് എന്താ തന്നിട്ടുള്ളത്? വോൾട്ടേജ് ഈക്വൽ ടു 250 വോട്ട്. എല്ലാം നമ്മൾ എടുത്തെഴുതാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം 2 ആൾക്കാരിൻ്റെയാണ് അല്ലേ. 2 ആളിനെ കണ്ടുപിടിക്കണം. അതായത് P1 ആദ്യത്തെ നമുക്ക് എന്താണ് 500 വാട്ടിന് P1 എടുക്കാം. 500 വാട്ടിന് പവർ P1 കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ്? R1 ഈക്വൽ ടു V സ്ക്വയർ ബൈ എന്താണ് P1 ആണ്. സോ R1 ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടുത്തെ 250 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ P1 എന്ന് പറഞ്ഞാൽ എന്താണ് പവർ? ഇവിടുത്തെ പവർ എത്രയാണ് തന്നിട്ടുള്ളത്? 500 വാട്ടാണ് അല്ലേ. 500 വാട്ടിന് കിട്ടുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും അല്ലേ. അടുത്തത് നോക്കിയേ, നമുക്ക് R2വിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് 200 വാട്ട് P2 അതിൻ്റെ എടുക്കാം. അതിൻ്റെ എടുക്കുമ്പോൾ എന്താണ് R2 ഈക്വൽ ടു സെയിം എന്താണ് V സ്ക്വയർ ബൈ P2. സോ R2 ഈക്വൽ ടു എന്താ വരുന്നത്? R2 ഈക്വൽ ടു എന്നാൽ 250 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ 200. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വീണ്ടും വേറൊരു ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ എന്താ ചോദിച്ചിട്ടുള്ളത്? റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. റെസിസ്റ്റൻസിൻ്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് R1 ഡിവൈഡഡ് ബൈ R2 എന്ന് ചെയ്യുമ്പോൾ നോക്കിയേ 250 ഹോൾ സ്ക്വയർ ബൈ എന്താ വരുന്നത്? 500 ഡിവൈഡഡ് ബൈ എന്താണ് 250 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 200 എന്ന് ചെയ്തൂടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നിയർലി റേഷ്യോ വരുമ്പോൾ എങ്ങനെയാണ് വരിക? 2:5 റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2:5 എന്ന് കിട്ടും നമുക്ക്. 2:5 വളരെ എളുപ്പമുള്ള കാര്യം. അപ്പോൾ എന്താണ് നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. എന്താണ് പവർ എന്നുള്ളത്, എന്താണ് റെസിസ്റ്റൻസ് ഉള്ളത്, ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് റെസിസ്റ്റൻസ് വാല്യൂ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 2 ബൾബ്സ്, ഇതിൽ 2 ബൾബ് ഉണ്ട്. എന്താണ് കണ്ടുപിടിക്കാൻ പാടുള്ളത്? റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈസിയാണ് അല്ലേ. Question number 14. The resistivity of a pure germanium under normal operating condition is. ഞാൻ പറഞ്ഞു റെസിസ്റ്റിവിറ്റിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും റെസിസ്റ്റിവിറ്റി നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? റെസിസ്റ്റിവിറ്റി ഓഫ് എ പ്യുവർ ജെർമേനിയം അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ റെസിസ്റ്റിവിറ്റി ഓഫ് പ്യുവർ ജെർമേനിയം എത്രയാണെന്നാണ്. നിയർലി എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഓം സെൻറ്റിമീറ്റർ ആ ഒരു റേഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഒരു കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ ടിപ്പിക്കൽ റെസിസ്റ്റിവിറ്റി വാല്യൂ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10⁻² തൊട്ടിട്ട് ഒരു 10⁻8 ആ ഒരു റേഞ്ച് ആയിരിക്കും എന്നാണ് ഒരു കണ്ടക്ടറിൻ്റെ റേഞ്ച് വരുന്നത്. അതുപോലെ സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ 10⁻6 ടു 10⁻6 ആ ഒരു റേഞ്ചാണ്. ആ ഒരു റേഞ്ച് നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത എന്താണ് ഇൻസുലേറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റിൻ്റെ റേഞ്ച് വന്നിട്ട് 10⁻11 ടു എത്രയാണ് 10⁻19 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ടക്ടർ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി ടിപ്പിക്കൽ റെസിസ്റ്റിവിറ്റി റേഞ്ച് ആണ് പറയുന്നത്. റെസിസ്റ്റിവിറ്റി റേഞ്ച് എന്ന് പറയുമ്പോൾ റേഞ്ച് നിയർലി ഏകദേശം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻2 ടു എത്രയാണ് 10⁻8 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ എന്താണ് സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും 10⁻6 ടു എത്രയാണ് 10⁻6 ആണ് വരിക. പിന്നെന്താ വരിക ഇൻസുലേറ്റർ വരികയാണെങ്കിൽ 10⁻11 ടു എത്രയാണ് 10⁻19 ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് എ പ്യുവർ ജെർമേനിയം അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 60 ഓം മീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 50. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ 3.9 K കിലോ റെസിസ്റ്റർ യൂസിങ് കളർ കോഡിംഗ് ടെക്നിക്ക്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതിൽ എന്താണ് നമ്മുടെ അടുത്ത് കളർ കോഡിംഗ് തന്നിട്ട് റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്നാൽ ഇതിൽ നോക്കിയേ നമുക്ക് വാല്യൂ തന്നിട്ട് അതിൻ്റെ കളർ കോഡിംഗ് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം നോക്കിയേ ഇതെന്താണ്
എത്രയാണ് 4 ബാൻഡ് ആണ് അല്ലേ, അതായത് റെഡ് വൈറ്റ് റെഡ് ഗോൾഡ്. അപ്പോൾ അങ്ങനെ തന്നെ നോക്കുമ്പോൾ തന്നെ എന്താണ് നമുക്ക് എല്ലാം ഓപ്ഷൻ എല്ലാം നോക്കിയേ, ബി ആണെങ്കിലും സി ആണെങ്കിലും ഡി ആണെങ്കിലും എത്രയാണ് 4 കളർ കോഡ്സ് ആണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിന്ന് മനസ്സിലാക്കുക നമ്മൾ ഫസ്റ്റ് എന്താണ്, അതൊരു 4 ബാൻഡ് റെസിസ്റ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഫസ്റ്റ്. അപ്പോൾ അതിൽ എന്താണ് തന്നിട്ടുള്ളത് 3 പോയിന്റ് അല്ലേ, എത്രയാണ് തന്നിട്ടുള്ളത് 3.9K ആണ് തന്നിട്ടുള്ളത്, റെസിസ്റ്റർ വാല്യൂ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 3.9K എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇക്വേഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഇത് എടുക്കാം AB × 10⁻⁴ എത്രയാണ് C ± ടോളറൻസ് ആണല്ലോ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള വാല്യൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബാൻഡ് 3 എന്ന് പറയുമ്പോൾ തന്നെ നോക്കിയാൽ ഞാൻ കളർ കോഡിങ് തന്നിട്ടുണ്ട് നമ്മുടെ സൈഡിൽ. അപ്പോൾ കളർ കോഡിങ് നോക്കിയാൽ ബ്ലാക്ക് ആണെങ്കിൽ 0, ബ്രൗൺ ആണെങ്കിൽ 1, റെഡ് ആണെങ്കിൽ 2, ഓറഞ്ച് 3, യെല്ലോ ആണെങ്കിൽ 4. അപ്പോൾ ഓരോന്നിൻ്റെ കളർ കോഡുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ 3 എന്ന് പറയുന്നത് ആരാണ്, ഓറഞ്ച് ആണ് അല്ലേ. 3 ഫസ്റ്റ് തുടങ്ങുമ്പോൾ 3 എന്ന് പറയുമ്പോൾ ഓറഞ്ച് ആണ്. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഫസ്റ്റ് 2 ഓപ്ഷൻ എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇതല്ല ഫസ്റ്റ് 2 ഓപ്ഷൻ അല്ല. പിന്നെ എന്താണ് സിയും ഡിയും ആണ്. അപ്പോൾ ഓറഞ്ച് ഉള്ളത് എന്താണ്, സിയും ഡിയും ഓറഞ്ച് ഉണ്ട്. അപ്പോൾ സിയോ ഡിയോ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ ഓറഞ്ച് ആണെന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ എന്താണ്, ഓറഞ്ച് ആണ്. അടുത്ത നോക്കിയേ, അടുത്തത് എന്താണ് വരുന്നത് നോക്കൂ, അടുത്ത വരുന്നത് നോക്കിയേ 9 ആണ് അല്ലേ. 9 എന്ന് പറയുമ്പോൾ എന്താണ് തന്നിട്ടുള്ളത്, വൈറ്റ് കളർ അല്ലേ, വൈറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് വൈറ്റ് ആണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏകദേശം എന്താണ്, ഓപ്ഷൻ ഡി ആണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഓപ്ഷൻ ഡി ആണെന്നുള്ളൊരു ഐഡിയ നമുക്ക് മനസ്സിലായി. കാരണം എന്താണ് 3.9, 3 ഏതാണ്, ഓറഞ്ച്, 9 എന്ന് പറയുന്നത് വൈറ്റ് ആണ്. അപ്പോൾ ഓറഞ്ചും വൈറ്റും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്നാൽ കൂടി നമുക്ക് ഒന്നുകൂടി നോക്കണ്ടേ, അതിൻ്റെ ടോളറൻസ് തന്നിട്ടുണ്ട്. ടോളറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, റെഡ് ആണ് തന്നിട്ടുള്ളത് പിന്നീട് അല്ലേ. റെഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് 5 ഇത്രയാണ് വരുന്നത്. റെഡ് എന്ന് പറയുമ്പോൾ 2, 10⁻² അല്ലേ. പിന്നെന്താണ് ± എന്താണ് വരുന്നത്, ടോളറൻസ് 5% ടോളറൻസ് K അല്ലേ. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ അതെന്താണ്, ഗോൾഡ് ആണ് അല്ലേ, ഗോൾഡ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്, ഓറഞ്ച് വൈറ്റ് റെഡ് പിന്നെന്താ ഉള്ളത്, ഗോൾഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതായത് നമുക്ക് കളർ കോഡ് തന്നിട്ട് റെസിസ്റ്ററിൻ്റെ വാല്യൂ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചോദിക്കുന്നത് വേറൊരു മെത്തേഡ്, റെസിസ്റ്ററിൻ്റെ വാല്യൂ തന്നിട്ട് കളർ കോഡ് എങ്ങനെയാണെന്നും ചോദിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ കളർ കോഡിങ്, സിമ്പിളാണ്. അതുപോലെ തന്നെ എന്താണ് തെറ്റിക്കാനും വളരെ വളരെ പെട്ടെന്ന് നമുക്ക് തെറ്റിക്കും. കാരണം ഏതെങ്കിലും ഒരു വാല്യൂ മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് തെറ്റിപ്പോകുന്ന ഒരു കേസ് കൂടിയാണ് അല്ലേ. അപ്പോൾ നോക്കി വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഓഫ് റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഐഡിയ കിട്ടി കാണുമെന്നും വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നുകൂടി ആലോചിക്കാം, നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്, റെസിസ്റ്റൻസ് എന്താണ് നോക്കണം നമ്മളിത് പഠിക്കുമ്പോൾ, പിന്നെ എന്താണ് റെസിസ്റ്റിവിറ്റി എന്താണ് നോക്കണം, കണ്ടക്റ്റൻസ് എന്താണ്, കണ്ടക്ടിവിറ്റി എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഒരു വയറിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ലെങ്ത് കൂടുമ്പോൾ അതുപോലെ ഏരിയ കൂടുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നന്നായി നോക്കണം. അതുകൂടാതെ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, റെസിസ്റ്റിവിറ്റി, കളർ കോഡിങ് ഓഫ് റെസിസ്റ്റൻസ് നോക്കണം. പിന്നെന്താണ് ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതെല്ലാം നോക്കി പോവുക, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കോൺസെപ്റ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന ടോപ്പിക്ക് ഫുൾ കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.